യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം. യഹൂദ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ ഓഹരി തെക്കേ ദേശത്തിന്റെ തെക്കേ അറ്റത്ത് ഏദോമിന്റെ അതിരായ സീൻ മരുഭൂമി തന്നെ. അവരുടെ തെക്കേ അതിർ ഉപ്പുകടലിന്റെ അറ്റം മുതൽ തെക്കോട്ട് നീണ്ടിരിക്കുന്ന ഇടക്കടൽ മുതൽ തന്നെ ആയിരുന്നു. അത് അക്രബീം കയറ്റത്തിന് തെക്കോട്ട് ചെന്ന് സീനിലേക്ക് കടന്ന് കാദേശ് ബർന്നേയുടെ തെക്കുകൂടി കയറി ഹെസ്രോൻ കടന്ന് അദാരിലേക്ക് കയറി കാർക്കരയിലേക്ക് തിരിഞ്ഞ് അസ്മോനിലേക്ക് കടന്ന് മിസ്രയീം തോടുവരെ ചെല്ലുന്നു. ആ അതിർ സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഇത് നിങ്ങളുടെ തെക്കേ അതിരായിരിക്കണം. കിഴക്കേ അതിർ യോർദാന്റെ അഴിമുഖം വരെ ഉപ്പുകടൽ തന്നെ. വടക്കേ അതിർ യോർദാന്റെ അഴിമുഖമായ ഇടക്കടൽ തുടങ്ങി ബേത്ത് ഹൊഗ്ലയിലേക്ക് കയറി ബേത്ത് അരാബയുടെ വടക്കുകൂടി കടന്ന് റൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ ആഘോർ താഴ്വര മുതൽ ദേബീരിലേക്ക് കയറി വടക്കോട്ട് തോട്ടിന്റെ തെക്കുവശത്തുള്ള അതുമ്മീം കയറ്റത്തിനെതിരെയുള്ള ഗിൽഗാലിന് ചെന്ന് ഏൻ ഷേമിഷ് വെള്ളത്തിങ്കിലേക്ക് കടന്ന് ഏൻ രോഗേലിങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ ബെൻ ഹിന്നോം താഴ്വരയിൽ കൂടി കയറി യെരുശലേം എന്ന യെബൂസ് ഗിരിയുടെ തെക്കോട്ട് കടന്ന് ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറോട്ടും രഫായിം താഴ്വരയുടെ അറ്റത്ത് വടക്കോട്ടും ഉള്ള മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ മലയുടെ മുകളിൽ നിന്ന് നെപ്തോഹിയിലെ നീരുറവിയിലേക്ക് തിരിഞ്ഞ് എഫ്രോൻ മലയിലെ പട്ടണങ്ങൾ വരെ ചെന്ന് കിര്യത്ത് യെയാരീം എന്ന ബാലായിലേക്ക് തിരിയുന്നു. പിന്നെ ആ അതിർ ബാല മുതൽ പടിഞ്ഞാറോട്ട് സെയീർ മല വരെ തിരിഞ്ഞ് കെസാലോൻ എന്ന യെയാരീം മലയുടെ പാർശ്വം വരെ വടക്കോട്ട് കടന്ന് ബേത് ഷെമയിലേക്ക് ഇറങ്ങി തിമ്നായിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് എക്രോന്റെ പാർശ്വം വരെ ചെന്ന് ഷിഗ്രോനിലേക്ക് തിരിഞ്ഞ് ബാലാമലയിലേക്ക് കടന്ന് യബ്നേനിൽ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. പടിഞ്ഞാറേ അതിർ നെടുകെ മഹാസമുദ്രം തന്നെ. അത് യഹൂദ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിർ. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നെയുടെ മകനായ കാലേബിന് യഹൂദ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിന്റെ അപ്പനായ അർബായുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്ന് കാലേബ് അനാക്കിന്റെ പുത്രന്മാരായ ശേഷായി, അഹീമാൻ, തൽമായി എന്നീ 3 അനാക്കിരെ നീക്കിക്കളഞ്ഞു. അവിടെ നിന്ന് അവൻ ദെബീർ നിവാസികളുടെ നേരെ ചെന്നു. ദെബീരിന്റെ പേര് മുമ്പേ കിര്യത്ത് സേഫർ എന്നായിരുന്നു. കിര്യത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു. കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ചു. അവൻ തൻ്റെ മകൾ അക്സായെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നാറെ തൻ്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തു നിന്നിറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്കെന്തു വേണം എന്ന് ചോദിച്ചു. എനിക്കൊരു അനുഗ്രഹം തരേണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്. നീരുറവുകളെയും കൂടെ എനിക്ക് തരയണം എന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും നീരുറവുകളെ കൊടുത്തു. യഹൂദ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം ഇതത്രേ. ഏദോമിന്റെ അതിർക്കരികെ തെക്കേ അറ്റത്ത് യഹൂദ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ: കെബ്സയേൽ, ഏദേർ, യാഗൂർ, കീന, ദിമോന, അദാദ, കേദേശ്, ഹാസോർ, ഇത്നാൻ, സീഫ്, തേലീം, ബയാലോത്ത്, ഹാസോർ, ഹദത്ത, കെരിയോത്ത് ഹാസോർ എന്ന കെരിയോത്ത് ഹെസ്രോൻ, അമാം, ഷെമ, മൊലാദ, ഹസർ ഖദ്ദ, ഹെഷ്മോൻ, ബേത് പെലേത്, ഹസർ ഷൂവാൽ, ബേർഷേബ, ബിസോത്യ, ബാല, ഇവീം, യേസീം, എൽ തോലത്, കെസീൽ, ഹോർമ, സിക്ലാഗ്, മദ്മന്ന, സൻസന്ന, ലബായോത്ത്, ഷിൽഹീം, ആയിൻ, റിമ്മോൻ, ഇങ്ങനെ ആകെ 29 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും തന്നെ. താഴ്വീതിയിൽ എസ്തായോൽ, സോര, അഷ്ന, സനോഹ, ഏൻ ഗന്നീം, തപ്പൂഹ, ഏനാം, എർമൂത്ത്, അതുല്ലാം, സോഖോ, അസേഖ, ഷാരയീം, അദീയയും, ഗദേര, ഗദേരോദയും, ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും.
സെനാൻ, ഹദാശ, മിഗ്ദൽഗാദ്, ദിലാൻ, മിസ്പ, യോക്തയേൽ, ലാഖീഷ്, ബൊസ്കത്ത്, എഗ്ലോൻ, കബ്ബോൻ, ലഖ്മാസ്, കിദ്ലീഷ്, ഗദരോത്ത്, ബേദ്ദാഗോൻ, നാമ, മക്കേദ, ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ലിബ്ന, ഏദർ, ആശാൻ, ഇബ്താഹ്, അഷ്ന, നെസീബ്, കയീല, അക്ലീബ്, മഷേര, ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. എക്രോനും അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. എക്രോൻ മുതൽ സമുദ്രം വരെ അസ്തോദിന് സമീപത്തുള്ളവയൊക്കെയും അവയുടെ ഗ്രാമങ്ങളും. അസ്തോദും അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. ഹസായും മിസ്രയീം തോട് വരെയുള്ള അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. മഹാസമുദ്രം അതിനു നെടുകെ അതിരായിരുന്നു. മലനാട്ടിൽ ഷാമീർ, യദ്ധീർ, സോഖോ, ദന്ന, ദബീർ എന്ന കിര്യത്ത് സന്ന, അനാബ്, എസ്തെമോ, അനീം, ഗോഷെൻ, ഹോലോൻ, ഗീലോ, ഇങ്ങനെ 11 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. അരാബ്, ദൂമ, ഏഷാൻ, യാനീം, ബേത് തപ്പൂഹ, അഫേക്ക, ഹുബ്മ, ഹെബ്രോൻ എന്ന കിര്യത്ത് അർബ, സിയോൻ, ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മാവോൻ, കർമേൽ, സീഫ്, യൂദ, ഇസ്രയേൽ, യോഗ്ദയാം, സാനോഹ, കയീൻ, ഗിബയ, തിമ്ന, ഇങ്ങനെ 10 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഹൽഹുൽ, ബേത്സൂർ, ഗേദോർ, മാരാത്ത്, ബേത് അനോത്ത്, എൽ തെക്കോൻ, ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. കിര്യത്ത് യെയാരീം എന്ന കിര്യത്തി ബാൽ, രബ്ബ, ഇങ്ങനെ 2 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മരുഭൂമിയിൽ ബേത് അരാബ, മിദ്ദീൻ, ഷഗാഖ, നിബ്ഷാൻ, ഈർ ഹമേലത്ത്, എൻഗദി, ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയോ യഹൂദ മക്കൾക്ക് നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ യെബൂസ്യർ ഇന്നുവരെ യഹൂദ മക്കളോട് കൂടെ യെരുശലേമിൽ പാർത്തുവരുന്നു. സദൃശവാക്യങ്ങൾ 14. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. ഭോഷന്റെ വായിൽ ഡംഭത്തിൻ്റെ വടിയുണ്ട്, ജ്ഞാനികളുടെ അധരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. കാളകൾ ഇല്ലാത്തയിടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത്, കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട്. വിശ്വസ്ത സാക്ഷി ഭോഷ്ക് പറയുകയില്ല, കള്ളസാക്ഷിയോ ഭോഷ്ക് നിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല, വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം. മൂഢന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക, പരിജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നതോ ഭോഷന്മാരുടെ ഭോഷത്വം. ഭോഷന്മാരെ അകൃത്യയാഗം പരിഹസിക്കുന്നു, നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും, നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്തോഷത്തിൻ്റെ അവസാനം ദുഃഖവുമാകാം. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും, നല്ല മനുഷ്യനോ തൻ്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തൻ്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു. ജ്ഞാനി ഭയപ്പെട്ട് ദോഷമകറ്റി നടക്കുന്നു, ഭോഷനോ ധിക്കാരം പൂണ്ട് നിർഭയനായി നടക്കുന്നു. മുൻകോപി ഭോഷത്വം പ്രവർത്തിക്കുന്നു, ദുരുപായം ദ്വേഷിക്കപ്പെടും. അല്പബുദ്ധികൾ ഭോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു, സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു. ദുർജനം സജ്ജനത്തിൻ്റെ മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിൽക്കലും വണങ്ങി നിൽക്കുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു, ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട്. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ദോഷം നിരൂപിക്കുന്നവർ ഉഴന്നു പോകുന്നില്ലയോ? നന്മ നിരൂപിക്കുന്നവർക്കോ ദയയും വിശ്വസ്തതയും ലഭിക്കുന്നു. എല്ലാ തൊഴിലിലും കൊണ്ട് ലാഭം വരും, ആദരചർവണം കൊണ്ടോ ഞെരുക്കമേ ഉള്ളൂ. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം, മൂഢന്മാരുടെ ഭോഷത്വമോ ഭോഷത്വം തന്നെ. സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു, ഭോഷ്ക് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു.
യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം, പ്രജാ ന്യൂനതയോ പ്രഭുവിന് നാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. ശാന്തമനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടന് തൻ്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. വിവേകമുള്ളവൻ്റെ ഹൃദയം ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു, മൂഢന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതോ വെളിപ്പെട്ടു വരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. ബുദ്ധിമാനായ ദാസന് രാജാവിൻ്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവനോ അവൻ്റെ കോപം നേരിടും. 1 കൊരിന്ത്യർ 4 ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. സഹോദരന്മാരെ, ഇത് നിങ്ങൾ നിമിത്തം എന്നെയും അപ്പല്ലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നതിന് അപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടു പഠിക്കേണ്ടതിനും ആരും ഒരുത്തിന് അനുകൂലമായും മറ്റൊരുത്തിന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിനും തന്നെ. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോട് കൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ ലോകത്തിന്, ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുകയാൽ ദൈവം അപ്പോസ്തലന്മാരായി ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ അത്രേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെ സകലത്തിൻ്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. നിങ്ങളെ നാണിപ്പിപ്പാനല്ല, എൻ്റെ പ്രിയ മക്കളോടെന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇതെഴുതുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ആകയാൽ എൻ്റെ അനുകാരികളാകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇരുനിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏതു സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല, ശക്തി തന്നെ കണ്ടറിയും. ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിലത്രേ ആകുന്നു. നിങ്ങൾക്ക് ഏതു വേണം? ഞാൻ വടിയോടുകൂടെയോ സ്നേഹത്തിലും സൗമ്യാത്മാവിലുമോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത്?